പാകിസ്ഥാൻ അങ്ങനെ ശ്രീലങ്കനെ തോൽപ്പിച്ചു. പക്ഷേ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസിലാൻഡ് ഗ്രൂപ്പ് ബിയിൽ നിന്നും സെമിയിലെത്തി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് ഇത്രയും നല്ലൊരു ഡ്രീം സ്റ്റാർട്ട് കിട്ടിയിട്ട് അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. വാലറ്റത്തിന്റെ കണ്ടിന്യൂസ് ഫെയിലിയർ, 30 റണ്ണിന്റെ കുറവ് കൊണ്ട് ഇന്ന് സെമി ഫൈനൽ സ്പോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സാഹിബ് സാദ ഫർഹാനും ഫക്കർ സമാനും ചേർന്നിട്ടുള്ള കിടിൽ പാർട്ണർഷിപ്പ്. ഫർഹാന്റെ രണ്ടാമത്തെ T20 സെഞ്ചുറി ഈ ഒരു ടൂർണമെന്റിൽ. ന്യൂസിലാൻഡ് ഈ T20 സീസണിൽ ബിൽഡ് ചെയ്ത 175 എന്ന റെക്കോർഡ് പാർട്ണർഷിപ്പ് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് 176 റൺസ് പാകിസ്ഥാന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ന് സെറ്റ് ചെയ്തു. ഫർഹാനെ ഞാൻ നടന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഈ ടൂർണമെന്റിൽ പാകിസ്ഥാന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഒരു അംശം പോലും വേറൊരു ബാറ്റ്സ്മാൻ ചെയ്തിട്ടില്ല. ഫക്കർ സമാനെ ടോപ്പ് ഓർഡർ ആക്കായിരുന്നു അവർക്ക് ഫസ്റ്റ് മുതലേ, അത് ചെയ്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡീസൻറ്റ് സ്കോറാണ് 2-1-2. സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ അവൈലബിൾ ബോളിംഗ് അറ്റാക്ക് വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാമായിരുന്നു. തുടക്കത്തിൽ കണ്ടിന്യൂസ് അവർക്ക് വിക്കറ്റൊക്കെ പോയായിരുന്നു. ഉമ്രാൻ താരിഖൊന്നും ഇന്ന് ഫോമായില്ല. യൂഷ്വലി ഒരു ഭേദപ്പെട്ട പ്രകടനം നമ്മൾ കാണുന്നതാണ്. പക്ഷെ പുള്ളി ഇന്ന് ഫ്ലോപ്പായി പോയി. അത് അവർക്കൊരു അടിയായി. കാരണം മിഡിൽ ഓവേഴ്സിൽ നല്ല റണ്ണ് വന്നു. അതുകൊണ്ട് ആ 65 റൺസിന്റെ മാർക്ക് അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പ് ബിയിൽ എല്ലാ മാച്ചുകളും കഴിഞ്ഞു. ഇനി നാളെ ബാക്കിയുള്ളത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സിംബാബ്വെ. ആ മാച്ച് പ്രസക്തമല്ല. രണ്ടാമത്തെ മാച്ച് ദ ബിഗ്ഗസ്റ്റ് ക്വാർട്ടർ ഫൈനൽ. മാച്ചുകളെല്ലാം ഏകദേശം ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ലാസ്റ്റ് മാച്ചാണ് സൂപ്പർ 8. ഇനി ഒരേ ഒരു പൊസിഷനേ ബാക്കിയുള്ളൂ, either ഇന്ത്യ ഓർ വെസ്റ്റ് ഇൻഡീസ്. നാളെ അറിയും. എന്താണ് നാളത്തെ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?